ഓൾ വെൽക്കം ടു ഐ+. ഞാൻ അക്ഷര. ഇത്തവണ കേറ്റഡ് പരീക്ഷ കേറ്റഡ് കാറ്റഗറി 2 എക്സാം എഴുതിയവർക്ക് മനസ്സിലായി കാണും, സൈക്കോളജിയിൽ കുറച്ച് ഏരിയ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കുക, ആ ഒരു പാറ്റേണുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളുടെയൊക്കെ ആൻസർ കണ്ടെത്തിയാൽ തന്നെ നമുക്കൊരു നല്ലൊരു സ്കോർ സെക്യൂർ ചെയ്യുന്നതിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തവണ ചോദിച്ചിട്ടുള്ള സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന മേഖല എന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഈ കഴിഞ്ഞ പരീക്ഷയിൽ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ചോദ്യം ഇതാണ്: ഒരു വിദ്യാർത്ഥി തൻ്റെ പരാജയങ്ങളെ അംഗീകരിക്കപ്പെടാവുന്ന കാരണങ്ങൾ കൊണ്ട് ന്യായീകരിക്കുന്ന തരം സമായോജന തന്ത്രമാണ്. അപ്പോൾ നമുക്ക് ഡിഫൻസ് മെക്കാനിസംസ് പഠിക്കാനുണ്ട്. പലർക്കും ഒരിച്ചിരി ബുദ്ധിമുട്ടുള്ള മേഖലയൊക്കെയാണ്, കാരണം കുറേ എണ്ണം പഠിക്കുമ്പോഴത്തേക്ക് തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ കറക്റ്റാക്കി മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എളുപ്പമുള്ള വേറെ പരിപാടിയുമില്ല. അപ്പോൾ ഓപ്ഷൻ എന്തൊക്കെയാണ്? പ്രക്ഷേപണം, അനുരൂപണം, താദാത്മീകരണം, യുക്തീകരണം. അപ്പോൾ നോക്കിക്കേ, തൻ്റെ പരാജയങ്ങളെ അംഗീകരിക്കാവുന്ന കാരണങ്ങൾ കൊണ്ട് എന്തോ ചെയ്യുന്നു? ന്യായീകരിക്കുവാണ്. പരാജയം സംഭവിച്ചാലും അല്ല, അതുകൊണ്ടല്ല. ഒരു ഉദാഹരണം പറയാം. റോഡിലൂടെ വണ്ടി ഓടിച്ച് പോവുകയാണ്, റെഡ് സിഗ്നൽ വന്നു, പക്ഷേ വണ്ടി നിർത്താതെ മുന്നോട്ട് എടുത്തുപോയി. എന്നിട്ട് സ്വയം എന്തു പറയും? ഇല്ലില്ല, അത് എൻ്റെ കയ്യിലെ മിസ്റ്റേക്ക് അല്ല, ഞാൻ വണ്ടി മുമ്പോട്ട് എടുത്ത് കഴിഞ്ഞിട്ടായിരിക്കാം റെഡ് കത്തിയത് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോരോ ഉദാഹരണങ്ങൾ വെച്ച് പഠിച്ചു വെച്ചാൽ എളുപ്പമായിരിക്കും. നമുക്ക് അങ്ങനെയുള്ള ഏരിയ ഡിഫൻസ് മെക്കാനിസം, അതായത് നമ്മുടെ സമായോജന തന്ത്രങ്ങളെക്കുറിച്ച് വേണമെങ്കിൽ ഒരു ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ടും. അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരിക? യുക്തീകരണമാണ് വരുന്നത്. അടുത്ത ചോദ്യം: നിലവിലുള്ള ഒരു പ്രശ്നത്തിന് അടിയന്തര ശാസ്ത്രീയ പരിഹാരം കണ്ടെത്തുന്നതിന് ഒരു ടീച്ചർക്ക് ഉപയോഗിക്കാവുന്ന രീതിയാണ്. നമ്മൾ ഓൾറെഡി ഈ ഒരു ഏരിയയിൽ നിന്ന് 3 ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ കറക്റ്റായിട്ട് ആൻസർ കണ്ടെത്താം. അവിടെ എന്താ വരിക? കേസ് പഠനം, ആക്ഷൻ റിസർച്ച്, സർവേ, പരീക്ഷണം. പെട്ടെന്ന് റിസൾട്ട് വേണം, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലം പെട്ടെന്ന് പരിഹരിക്കണം. അതിന് ടീച്ചർ ഏത് മാർഗമാണ് സ്വീകരിക്കുന്നത്? അവിടെ നമുക്ക് ആക്ഷൻ റിസർച്ചാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങളൊക്കെ ചെക്കൗട്ട് ചെയ്യും. എല്ലാം കേസ് പഠനം, സർവേ, പരീക്ഷണം എല്ലാത്തിനെക്കുറിച്ചുള്ള മെറ്റീരിയൽ അവിടെ അവൈലബിൾ ആണ്. അടുത്ത ചോദ്യം: വികാസം പാരമ്പര്യത്തിൻ്റെയും സാഹചര്യങ്ങളുടെയും ഉൽപ്പന്നമാണ്, പരിപക്വനും പഠനത്തിന് അനിവാര്യമാണെന്ന വൈജ്ഞാനിക വികാസ സിദ്ധാന്തങ്ങൾ ഊന്നി പറയുന്നു. 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. വലിയ സംഭവമായിട്ടൊക്കെ തോന്നുമെങ്കിലും സിമ്പിൾ കാര്യമാണ്. എന്താണ്? നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ നിന്നുള്ളതാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കും. വികാസം, അതായത് ഡെവലപ്മെൻറ്റ് പാരമ്പര്യത്തിൻ്റെയും സാഹചര്യങ്ങളുടെയും ഉൽപ്പന്നമാണ്. ഹെറിഡിറ്റി, പിന്നെ എന്താ വരുന്നത്? എൻവയോൺമെൻറ്റും. രണ്ടിൻ്റെയും പ്രോഡക്റ്റാണ്, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഇനി പരിപക്വനം, മെച്ചുറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വൈജ്ഞാനിക വികാസ സിദ്ധാന്തങ്ങൾ എന്താണ് ഊന്നി പറയുന്നത്? ഈ പറഞ്ഞ മെച്ചുറേഷൻ എപ്പോഴും ലേണിങ്ങിന് ആവശ്യമാണ്. രണ്ടും ശരിയല്ലേ? അപ്പോൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ എന്ത് ചെയ്യുക? ആദ്യം നിങ്ങൾ ഓപ്ഷൻ നോക്കിയേ ചെയ്യല്ല, കറക്റ്റ് കാര്യം എന്താണെന്ന് വായിച്ച് നോക്കണം. എന്നിട്ട് നമ്മുടെ മനസ്സിലൊരു ഉത്തരം തെളിയുമല്ലോ, അത് നമ്മുടെ ഓപ്ഷനിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ്? 2 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം നമ്മുടെ പിയാഷെയുടെ സ്റ്റേജസ് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഡയറക്റ്റായിട്ട് ഏതൊക്കെയാണ് സ്റ്റേജ് എന്നൊന്നും അല്ല ചോദിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ സവിശേഷത തന്നിട്ട് ഏത് സ്റ്റേജിലാണെന്ന് ചോദിക്കും. അത് ഇത്തവണയും ചോദിച്ചു. പിയാഷെയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തം അനുസരിച്ച് ശ്രേണീകരണം രൂപീകൃതമാകുന്നത് ഏത് ഘട്ടത്തിലാണ്? കൃത്യമായിട്ട് ഓരോ ഘട്ടത്തിൻ്റെയും പ്രത്യേകതകൾ നിങ്ങൾ പഠിച്ചു പോകണം. അപ്പോൾ എവിടെയാണ്? പ്രാക് മനോവ്യാപാര ഘട്ടം, ഇന്ദ്രിയ ചാലകഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം. അപ്പോൾ എവിടെയായിട്ടാണ് വരുന്നത്? 2ാമത്തെ സ്റ്റേജിലാണ് വരുന്നത്. പ്രാക് മനോവ്യാപാര ഘട്ടത്തിലാണ് നമുക്ക് ഈ ഒരു ശ്രേണീകരണം കാണാനായിട്ട് കഴിയുന്നത്. അടുത്ത ചോദ്യം: ഈ ഒരു മേഖലയെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും കാറ്റഗറി 1, 2, 3, 4 എവിടെ എടുത്താലും സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കും. നമുക്ക് എളുപ്പം പഠിക്കാമല്ലേ? ആ കറക്റ്റ് ലേണിംഗ് ഡിസബിലിറ്റി എന്താണ്, അതിൻ്റെ ഒരു ലക്ഷണം എന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടെ മാർക്കായി കഴിഞ്ഞു. ഇതുപോലെ ആപ്ലിക്കേഷൻ ലെവൽ പോലൊക്കെ കണ്ടാലും സംഗതി സിമ്പിളാണ്. നോക്കിക്കേ, നാഡീപരമായ ന്യൂനത മൂലം പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനിയായ രേഷ്മ എഴുത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. രേഷ്മയുടെ പ്രശ്നം എന്താണ്? വേറെ ഒന്നും നോക്കണ്ട, എന്താണ്? എഴുത്ത്. അത് മാത്രം നോക്കിയാൽ മതി. കീ ടേം എന്താണ്? എഴുത്താണ്. അപ്പം നോക്കിക്കേ, ഡിസ്പ്രാക്സിയ, ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, പിന്നെന്താണ്? ഡിസ്കാൽക്കുലിയ. അപ്പോൾ ഇവിടെ നോക്കിക്കുക, നമ്മളെപ്പോഴും എഴുത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്തായിരിക്കും? ഗ്രാഫ് എന്ന് കണക്ട് ചെയ്യാനായിട്ട് എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഡിസ്ഗ്രാഫിയ എഴുത്ത്, കാലിഗ്രഫി ആർട്ട് ഓഫ് റൈറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആൻസർ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു 5 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് പല പാറ്റേണുകൾ മാറി മറിഞ്ഞ് വന്ന കുറേ സെക്ഷനുകളൊക്കെ കാണാനായിട്ട് കഴിയും. അതൊക്കെ നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.